കഴിഞ്ഞ ദിവസം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡേറ്റയാണ് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഡേറ്റ. വീക്കിലി ബേസിസിൽ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് $6.5 ബില്യൺ നിന്നും $625 ബില്യൺ ഉയർന്നു. ഇതിനു മുൻപത്തെ ആഴ്ചയിലും ഫോറക്സ് റിസർവ് ഗണ്യമായി ഉയർന്നിരുന്നു. $2.9 ബില്യൺ നിന്നും $619 ബില്യൺ ഫോറക്സ് റിസർവ് ഉയർന്നിരിക്കുന്നത്. 2021 ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഫോറക്സ് റിസർവ് വളർച്ച കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തുകയും ചെയ്തു. ഫോറക്സ് റിസർവിൽ മാത്രമല്ല, ഗോൾഡ് റിസർവിലും ഗണ്യമായ വർധനവുണ്ടായി. $569 മില്യൺ നിന്നും $48.4 ബില്യൺ ഗോൾഡ് റിസർവ് ഉയർന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾ പ്രത്യേകമായും ശ്രദ്ധിക്കണം. ഏകദേശം 6000-ഓളം റെയിൽവേ പ്രോജക്റ്റുകളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവുമാണ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. 85,000 കോടി രൂപയുടെ മൂല്യം വരുന്ന 6000 റെയിൽവേ പ്രോജക്റ്റുകളാണ് ഇന്ന് പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ഏകദേശം 80ഓളം പ്രോജക്റ്റുകളുണ്ട്. 5241 കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് സൗത്ത് റെയിൽവേയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. 10 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ 10 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗിംഗ് ഓഫ്, 4 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ എക്സ്റ്റൻഷൻ, 2021 ഡിസംബർ മാസത്തോടുകൂടി പണി ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനലിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയവയാണ് പ്രധാന ഇവൻറ്റുകൾ. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രൈസ് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, 4 വികസിത യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് പ്രകാരം 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇന്ത്യയിലേക്ക് വരിക. ഐസ്ലാൻഡ്, നോർവേ, സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ഉൾപ്പെട്ട ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് കോർപ്പറേഷൻ, ടെക്നിക്കൽ ബാരിയർ ടു ട്രേഡ് ആൻഡ് ട്രേഡ് ഫെസിലിറ്റേഷൻ തുടങ്ങിയ സെക്ടറുകളിലായിരിക്കും ഏകദേശം $100 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. 2013 ഈ 4 വികസിത യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിന് വേണ്ടി ചർച്ച തുടങ്ങിയതാണ്. 13 വട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഫൈനലൈസ് ആകുന്നത്. ഒരു വികസിത രാജ്യവുമായി ചേർന്നുള്ള ആദ്യത്തെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് കൂടിയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഫാർമ അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രത്യേകമായും ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് SJVN. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ SJVN $121.20 അടുത്ത് ക്ലോസിംഗ് നൽകി. 48,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 56, ഡിവിഡൻഡ് യിൽഡ് 1% 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കറക്ഷൻ ഫേസിലാണ്, ഡിസ്കൗണ്ട് ലഭിക്കുന്നു. SJVN എന്ന കമ്പനി രാജസ്ഥാൻ ഊർജ വികാസ് ആൻഡ് IT സർവീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് പവർ പർച്ചേസ് എഗ്രിമെൻറ്റും പവർ യൂസേജ് എഗ്രിമെൻറ്റിലും ഒപ്പുവെച്ചു എന്നുള്ളതാണ് പ്രധാന അപ്ഡേറ്റ്. 300 മെഗാവാട്ട് സോളാർ പവറിൻ്റെ പവർ യൂസേജ് എഗ്രിമെൻറ്റും 100 മെഗാവാട്ട് സോളാർ പവറിൻ്റെ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിലുമാണ് SJVN ഒപ്പുവെച്ചത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ SJVN എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ 4 ആഴ്ചയായി SJVN ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 115ൻ്റെ സപ്പോർട്ട്, 130ൻ്റെ റെസിസ്റ്റൻസും, 130 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് ഡെയിലി ക്യാൻഡലിൽ ക്ലോസിംഗ് നൽകിയാൽ പിന്നീട് നമ്മൾക്ക് ഹയർ സൈഡിലെ ടാർഗറ്റ് എയിം ചെയ്യാം. അതല്ല, 115ന് താഴെ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ 100-നടുത്ത് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാവുന്നതുമാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.5% ഉയർന്ന് 1722 ക്ലോസിംഗ് നൽകി. 1890 എന്ന 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ചെറിയ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 10,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 62.48. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ആദിത്യ ബിർള റിന്യൂവബിൾ എന്ന കമ്പനിയിൽ നിന്നും 175 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ആൾറെഡി 305 മെഗാവാട്ടിൻ്റെ ഒരു പ്രോജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അഡീഷണൽ പ്രോജക്റ്റ് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റമായിട്ടും സെൻട്രൽ ട്രാൻസ്മിഷൻ സിസ്റ്റവുമായും കണക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് KPI ഗ്രീൻ എനർജി എന്ന സ്റ്റോക്കിൽ ഈ ന്യൂസുകളുടെ ഇമ്പാക്റ്റ് വരാറുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് ടോറൻറ്റ് പവർ ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടോറൻറ്റ് പവർ 1122 ക്ലോസിംഗ് നൽകി. 54,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.6, ഡിവിഡൻഡ് യിൽഡ് 1.4, 52 വീക്ക് ഹൈ 1236, 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും 306 മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്രോജക്റ്റ്
നാസിക്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1540 കോടി രൂപയുടെ ഓർഡറാണ് ടോറൻറ്റ് പവർ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് വഴി ജനറേറ്റ് ചെയ്യുന്ന സോളാർ പവർ PM കുസും സ്കീം, മുഖ്യമന്ത്രി സൂർ കൃഷി വാഹിനി യോജന തുടങ്ങിയ പ്രോജക്റ്റുകളിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക ട്രെൻഡ് ലൈൻ സപ്പോർട്ടോടുകൂടി ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന സ്റ്റോക്കാണ്. 1225, 1250 തുടങ്ങിയവയാണ് പ്രധാന റെസിസ്റ്റൻസ്. കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. സ്റ്റോക്ക് 458 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2.83 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 9.6, ഡിവിഡൻഡ് ഈൽഡ് 5.34%. 52 വീക്ക് ഹൈ 487, 52 വീക്ക് ലോ 207. കോൾ ഇന്ത്യ എന്ന കമ്പനി രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉത്പാദൻ നിഗം എന്ന കമ്പനിയുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ എനർജി ഡിമാൻഡ് കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും തമ്മിൽ പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ രണ്ട് കമ്പനികളും തമ്മിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ഉണ്ടാക്കി ഏകദേശം 4100 മെഗാവാട്ട് എനർജി ജനറേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളായിരിക്കും ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നെഗറ്റീവ് സ്റ്റോക്ക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത കഴിഞ്ഞ ദിവസം 282 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി 22% ഡിവിഡൻഡ് ഈൽഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. വേദാന്തയ്ക്ക് സെബി എന്ന റെഗുലേറ്ററിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. അതായത് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ കൺട്രോളുമായി ബന്ധപ്പെട്ടാണ് കമ്പനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് സെബിയുടെ സൈഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കമ്പനി അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളെ ബാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും റെഗുലേറ്ററിൻ്റെ സൈഡിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലഭിക്കുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ആക്ഷൻ ഇന്നത്തെ ദിവസം വേദാന്ത എന്ന സ്റ്റോക്കിൽ വരാൻ സാധ്യതയുണ്ട്. JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. JM ഫിനാൻഷ്യലിനെ ഡെപ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ പബ്ലിക് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഒരു ലീഡിംഗ് മാനേജർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ നിന്നും സെബി JM ഫിനാൻഷ്യലിനെ വിലക്കിയിട്ടുണ്ട്. അതായത് JM ഫിനാൻഷ്യൽ എന്ന കമ്പനിയുടെ മെയിൻ ബിസിനസ് മോഡലിന് മുകളിലാണ് സെബി 60 ദിവസത്തേക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് JM ഫിനാൻഷ്യൽ എന്ന കമ്പനിയുടെ ബിസിനസ്സിനെയും സ്റ്റോക്കിൻ്റെ പെർഫോമൻസിനെയും നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് JM ഫിനാൻഷ്യൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്